ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നെന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. എന്താണെന്നല്ലേ, മറ്റേ എൻ്റെ കോളേജിൽ നിന്നൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, ഈ ഡ്രഗ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആൻറ്റി ഡ്രഗ്സ് അവയർനെസ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞിട്ട്. അപ്പം അത് എക്സാമൊക്കെ കഴിഞ്ഞു, എന്നാലും കുറച്ച് പ്രോഗ്രാം ഈ യൂണിയൻ ഡേ അതേപോലത്തെ ഇന്നത്തെ പ്രോഗ്രാമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നമ്മളുടെ ഗസ്റ്റായിട്ട് വരുന്നത് നമ്മളുടെ അഖിൽ മാരാർ സാറാണ്, നമ്മളുടെ ബിഗ് ബോസിലെ വിന്നറായിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അദ്ദേഹമാണ് വരുന്നത്. അത് ഇന്നത്തെ പ്രോഗ്രാം. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം എന്തായാലും നടക്കല്ലേ എന്ന് പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ കോളേജിൽ നിന്ന് ഒരു മൊമെൻറ്റ്, ഒരു അവാർഡ് ഉണ്ട് കേട്ടോ. എന്തിൻ്റെയെന്ന് വെച്ചാൽ ബെസ്റ്റ് ഇൻഫ്ലുവൻസർ ഓഫ് ദി AMC എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് എന്നെക്കാട്ടിലും എക്സൈറ്റഡ് ആയിട്ടുള്ളത് മമ്മിയാണ് കേട്ടോ. കാരണം മമ്മിക്കാണ് നമ്മൾ പഠിച്ച കോളേജിൽ നിന്ന് ഇങ്ങനെ ഒരു അവാർഡ് റിസീവ് ചെയ്യാന്ന് പറയുമ്പോൾ ഫോർ മീ അതൊരു എനിക്ക് മാത്രമല്ല മമ്മിക്കായാലും അതൊരു പ്രൗഡായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. സോ അതിന് ഇന്ന് പോകണം, വേഗം റെഡി ആവണം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ ഓക്കെ ഗൈസ്, കിച്ചു വാവക്കുട്ടിക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് ഐസ്ക്രീം മേടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം എനിക്കില്ലേ ഐസ്ക്രീം? ഏത് വാവോട് കൊടുത്തോ? ഒരു സ്വൈരം കൊടുത്തിട്ടില്ല പാവം കിച്ചുവിന്. ഐസ്ക്രീം വേണം കിച്ചു. സന്തോഷായോ? നല്ല സന്തോഷായോ? കുഞ്ഞിന് ഐസ്ക്രീം കിട്ടിയോ? നടക്ക് ബ്രാൻഡ് വേറെ. ആ ചെക്കന് പാവം കിച്ചോട് എന്തൊക്കെയോ ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ കിച്ചു പറഞ്ഞിട്ടൊരു സമാധാനം കൊടുത്തിട്ടില്ല. ഹാപ്പിയായോ കൊച്ചു? ഹാപ്പിയായോ കുഞ്ഞ്? ഹാപ്പിയായോ? ചോക്കോബാർ ഇല്ലേ? കോണല്ലേ ചോദിച്ചത്, അതുപോലെ. അതെന്താ എന്റെ ഐസ്ക്രീം മാത്രം പുറത്ത് ഉള്ളിൽ വെക്കാത്ത? അപ്പൊ എനിക്ക് കോണില്ലേ? ഞാൻ ഇവിടുത്തെ കുട്ടിയല്ലേ? ഞാൻ മാംഗോ ബാർ കഴിക്കില്ല എന്ന് നമുക്കറിയില്ലേ? എനിക്ക് തോന്നി. പിന്നെ കഴിക്കില്ലേ? ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് വേഗം കോളേജിലോട്ട് പോകാൻ റെഡി ആവാം. പുറത്തു പോകുമ്പോ തന്നെ അറിയാലോ, സ്കിൻ കെയർ ഇസ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഇറ്റ് ഇസ് മസ്റ്റ്. അതെന്തായാലും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ കുറച്ച് ദിവസം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡെയിലി രാവിലെ, ഇപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോസിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഡെയിലി ഇപ്പോൾ ഓരോ പ്രോഗ്രാമാണ് ഓരോ ദിവസം. അതുകൊണ്ട് തന്നെ മേക്കപ്പും ട്രാവലും സ്ട്രെസ്സും ഒക്കെ കാരണം സ്കിന്നിലൊക്കെ ഡെഡ് സ്കിൻ സെൽസ് വന്നിട്ട് ഭയങ്കര ഡാമേജ്ഡ് ആൻഡ് ഡൾഡ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ സ്കിൻ കെയർ എന്തായാലും ചെയ്യണം. ആൻഡ് സ്കിൻ കെയറിൽ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫേസ് വാഷ് ആണ് ഒബ്വിയസ്ലി. കാരണം ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല ഭയങ്കര ഫ്രഷ് ആൻഡ് നമ്മുടെ ഫേസിൽ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ എടുത്ത പോലെയുള്ള ഒരു ഫീല് നമുക്ക് വരും. ആൻഡ് ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ ബെസ്റ്റ് തന്നെ യൂസ് ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ എന്താ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളുടെ ഹിമാലയയുടെ ബ്രൈറ്റനിങ് വിറ്റമിൻ C ഓറഞ്ച് ഫേസ് വാഷ് ആണ് കേട്ടോ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്യും വിതൗട്ട് ഓവർ ഡ്രൈ. നല്ല രീതിയിൽ ഓവറായിട്ട് ഡ്രൈ ആക്കത്തൊന്നുമില്ല, നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്യുകയും ചെയ്യും. പിന്നെ പാരബൻ, സിലിക്കോൺ അതൊക്കെ ഫ്രീ ആണ്, അതൊന്നും ഇതിൽ യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മളുടെ ഹിമാലയ ബ്രൈറ്റനിങ് വിറ്റമിൻ C ഓറഞ്ച് ഫേസ് വാഷ്. ഇതിൽ വിറ്റമിൻ C ഉള്ളത് കാരണം തന്നെ നമ്മുടെ സ്കിന്നിനെ ഓവർ ഡ്രൈ ആക്കാൻ നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്യാൻ ഈ ഒരു ഫേസ് വാഷ് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇതിൽ നാച്ചുറൽ ആയിട്ടുള്ള സെല്ലുലോസ് ബീഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്കിന്നിൽ ഡീപ്പായിട്ടിരിക്കുന്ന ഇമ്പ്യൂരിറ്റീസിനൊക്കെ നല്ല രീതിയിൽ റിമൂവ് ചെയ്യും. അത് മാത്രമല്ല ഇതിൽ 3 വേരിയൻസ് വരുന്നുണ്ട്, ഓറഞ്ച്, ബ്ലൂബെറി ആൻഡ് സ്ട്രോബെറി. നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ച് നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇനി ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്മോൾ എമൗണ്ട് ഓഫ് ഫേസ് വാഷ് നമ്മുടെ കയ്യിൽ എടുത്തിട്ട് നല്ല രീതിയിൽ ലാദർ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് വാഷ് ഓഫ് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി. അപ്പൊ തന്നെ നിങ്ങളുടെ ഫേസ് ഭയങ്കര ഫ്രഷ് ആയ പോലെ നല്ല റിലാക്സ്ഡ് ആയിട്ട് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അത് മാത്രമല്ല ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഹിമാലയ വിറ്റമിൻ C ഓറഞ്ച് സെറം ആൻഡ് ക്രീം യൂസ് ചെയ്യാവുന്നതാണ് ടു ലോക്ക് ദാറ്റ് മോയ്സ്ചർ. എന്റെ ഫേസ് വാഷും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്റെ സ്കിന്നും കണ്ടില്ല, ഒരു ഡൾ സ്കിന്നൊക്കെ മാറിയിട്ട് നല്ലൊരു ഫ്രഷ്നെസ് വന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തതിന് ശേഷം കേട്ടോ, ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ഒരു കുളിർമയാണ് നമ്മളുടെ ഫേസിന്. അത് വാഷ് ഓഫ് ചെയ്ത് കളയുമ്പോൾ ചിലപ്പോൾ പോവാറുണ്ട്, പക്ഷെ അത് ആ വെള്ളം തട്ടുമ്പോൾ തന്നെ നല്ലൊരു എന്താ പറയുക ഒരു കുളിർമ ഫീൽ ചെയ്യാണ്. അടിപൊളി ഒരു മസ്റ്റ് ഹാവ് പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്കയിൽ അവൈലബിൾ ആണ്. പിന്നെ ഹിമാലയയുടെ വെബ്സൈറ്റിലും അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. ആൻഡ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം, എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് വേഗം ഷടപടിയെന്ന് റെഡി ആവണം, എന്നിട്ട് വേഗം നമുക്ക് കോളേജിൽ പോകണം. ബൈ ഗൈസ്. അപ്പം ഞാൻ അവിടെ വെയിറ്റ് ചെയ്യുവാണ്, ഫ്രണ്ട്സ് ഒന്നും ഇതുവരെ എത്തിയിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാനൊക്കെ നേരത്തെ എത്തുന്നത്. വാവ്. പ്രിയപ്പെട്ട
ഞാൻ മീന ചേച്ചി എന്നാണ് വിളിക്കുന്നത്, ഡോക്ടർ മീന രാമസ്വാമി. ഹലോ ഗൈസ്, അപ്പോൾ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തു, എല്ലാവരുടെ പ്രസംഗവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോഴാണ് അറിയുന്നത് നമ്മൾ ഷിബ്ലിക്ക് ഉണ്ട് എത്ര. അവനെ ഏതിൽ പോയിട്ട് എ സോണിൽ പോയിട്ട് വട്ടപ്പാട്ടിന് അവർക്ക് എത്ര ഗ്രേഡ്? തേർഡ് ഉണ്ട്. സോ നമ്മുടെ ഷിബ്ലിക്കൊക്കെ ഉണ്ട് പ്രൈസ്. സോ തുടങ്ങിയിട്ടില്ല, തുടങ്ങുന്നേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ ഞാൻ രാവിലെ പറഞ്ഞല്ലോ, രാവിലെ കഴിക്കാതെയാണ് വന്നത്, വെറും വെള്ളം മാത്രം കുടിച്ചിട്ടാണ് വന്നത്. നേരത്തെ പരിപാടി തുടങ്ങും കഴിയുന്നൊക്കെ വിചാരിച്ചിട്ട്, പക്ഷേ ഇതുവരെ എൻ്റൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. അപ്പോൾ സ്നേഹ പറഞ്ഞു ഇവിടെ സർബത്തും സമൂസയൊക്കെ കൊടുക്കുന്നുണ്ടെന്ന്, പോയി കഴിച്ചിട്ട് വരാം. നല്ല വിശക്കുന്നുണ്ട് എനിക്ക്. 11 മണിയായി. 11 ആയില്ലേ? അയ്യോ 12 ആവാറായി. സോ അതെങ്കിലും പോയി കഴിച്ചിട്ട് വരാം. ഒരു ക്യാൻറ്റീനിൽ ഫുഡ് ഉണ്ടാവും. എന്തായാലും ഇപ്പോൾ സമൂസയും സർബത്തും കഴിക്കാം. അവിടെ പോയിട്ട് എന്താ ചോദിക്കാം, ചേച്ചി ഒരു സമൂസ ആണോ? ഓക്കെ ഗൈസ്, എന്നെ ടീച്ചർ വിളിച്ചിട്ട് നമ്മൾ മെയിൻ സ്റ്റേജിലോട്ട് പോവാണ് കേട്ടോ. I request Mani sir and Meena ma'am to hand over the small memento token of love to our beloved student Nedu Krishna. Let's give her a big round of applause. Congratulations Nedu. The inter-zone chess competition girls. അപ്പോൾ ഓക്കെ ഗൈസ്, കോളേജിലെ പ്രോഗ്രാം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എനിക്കിതാണ്ടോ മൊമെൻ്റൊക്കെ കിട്ടി. അതേപോലെ സർട്ടിഫിക്കറ്റ് വേറെയും കുറേ എ സോണിക്ക് പോയിട്ട് പോയ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഷിബിലൊക്കെ എ സോണിക്ക് പോയിട്ടുണ്ടായിരുന്നു. അവർക്ക് അവിടുന്ന് എത്രയോ 3rd or 2nd ഒക്കെ പ്രൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഗിഫ്റ്റും സർട്ടിഫിക്കറ്റ്, ഐ മീൻ അതിൻ്റെ മെഡലും സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട്. എനിക്ക് തൊണ്ട നല്ല വേദനിക്കുന്നുണ്ട്, ഒരുപാട് സംസാരിച്ചിട്ടല്ല. രാവിലെ തൊട്ട് ഇതുവരെ ഞാൻ വെള്ളം കുടിച്ചിട്ടില്ല. അപ്പോൾ വേഗം അവരൊക്കെ പറഞ്ഞു പുറത്തു പോയി കഴിക്കാമെന്ന്. പക്ഷെ വേണ്ട, ഞാൻ വീട്ടിൽ പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ല രീതിയിലൊന്ന് റെസ്റ്റ് എടുക്കണം. നല്ല വെയിലുമാണ്. ഞാൻ പിന്നെ രാവിലെ വന്നത്, ഇതുവരെ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. ഒരു സമൂസ മാത്രം കഴിച്ചു, അതും ഒന്നും കഴിക്കാനില്ലാത്തതുകൊണ്ട് അത് കഴിച്ചു. പിന്നെ ഒരു സർബത്തും കുടിച്ചു, വേറെ ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല. ഇപ്പം സമയം 1 മണി 1:30 ആയിട്ടുണ്ട്. അപ്പോൾ വേഗം വീട്ടിൽ പോയിട്ട് ഞാൻ എന്താ വെച്ചാൽ ഫുഡ് കഴിക്കണം. ആദ്യം ഒന്ന് വെള്ളം കുടിക്കട്ടെ. ഇനിയിപ്പോൾ പോണ വഴി കരിമ്പ് ജ്യൂസ് എന്തെങ്കിലും കുടിക്കുക. കാരണം എന്നാലാണ് നല്ല രീതിയിൽ ഈ ഒരു ചൂടത്ത് ഒരു സമാധാനം കിട്ടത്തുള്ളൂ. പിന്നെ എന്തായാലും ഭയങ്കര ഹാപ്പി ആയിട്ടോ ഞാൻ. എന്താ ഇപ്പം കോളേജിൽ ഒരുപാടൊന്നും വന്നിട്ടില്ലെങ്കിലും നമ്മൾ ഓർത്തിട്ട് എനിക്കിങ്ങനെ ഒരു, ഇപ്പോൾ നമുക്ക് വേറെ എവിടെന്നെങ്കിലും കിട്ടണ പോലെയല്ലേ പഠിച്ച കോളേജിൽ നിന്നോ അല്ലെങ്കിൽ പഠിച്ച സ്കൂളിൽ നിന്നൊക്കെ ഒരു മൊമെന്റ് അതിലേക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ ഐ ഫീൽ സോ പ്രൗഡ്. ഓക്കെ, അപ്പം നമുക്ക് വേഗം വീട്ടിൽ പോകാം. മമ്മി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. ഇങ്ങനെ വിളിച്ചപ്പോൾ ടീച്ചർ വിളിച്ച് ഇങ്ങനെ ഒരു മൊമെന്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ മമ്മി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ മമ്മിക്ക് വേഗം പോയി കാണിച്ചു കൊടുക്കും. ഇതുവരെ ആൾ വിളിച്ചിട്ടില്ല, ഫോൺ സ്വിച്ച് ഓഫ് ആണ്, വയ്യാന്ന് തോന്നുന്നു. സോ എന്തായാലും വേഗം നമുക്ക് വീട്ടിൽ പോവാം. അപ്പോൾ ഉണ്ണി ഇന്ന് കോളേജിൽ പോയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഹായ്. എന്താ ഇന്നും കൂടെ കോളേജ് ഉണ്ടായിരുന്നു അല്ലേ? നാളെ എന്താ? നാളെ യൂണിയൻ ഡേ. അതെ, ദിവസം ഇപ്പോൾ കോളേജ് അടിച്ചു വെച്ചിട്ട് ഡെയിലി കോളേജില്ല. പിന്നെ ലാസ്റ്റ് കുറച്ച് പ്രോഗ്രാംസ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോവാം. അപ്പോൾ ഇന്നും കൂടെ പോയി. ഇന്ന് നമ്മളുടെ അഖിൽമാരൊക്കെ വരുന്നുണ്ടായിരുന്നു അല്ലേ ബിഗ് ബോസിലെ? ഇതെന്തോ ആന്റി ഡ്രഗ്സ് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു. അതിനെ ഇതാക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ സ്റ്റാർ ഓഫ് ദ ഇവന്റ് അഖിൽമാരായിരുന്നു. സഹിക്കാൻ വയ്യാത്ത ചൂടാണ്. സുട്ടപ്പനിലല്ലേ പോണത്? സുട്ടപ്പനെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പുറത്തന്നല്ലേ. അത് ഇച്ചിരി അവനെങ്ങനെ കൊണ്ടുപോകണ്ടല്ലോ വരുമ്പോഴേ. പിന്നെ അത്ര ഇഷ്ടമാകണമെന്നില്ല, പക്ഷെ പിന്നെ ഞാൻ അങ്ങനെ കൊടുത്തുവിടും. ഞാൻ വേഗം ഒരു വണ്ടി എടുക്കുന്നുണ്ട്. അതെ, സ്കൂട്ടിയോ? സ്കൂട്ടിയല്ല, വേറെ എന്തായാലും ഇങ്ങനെ പറയും ഞാന്. എന്ത് വണ്ടി എടുത്താലും വണ്ടിയിലും പറയോ? സുട്ടപ്പന് മാത്രല്ലേ, എല്ലാത്തിലും പറയോ? എല്ലാത്തിനും ഞാൻ പറയും. അപ്പൊ ഉണ്ണിക്കൊരു അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്തിനുള്ള അവാർഡാണ്? ബെസ്റ്റ് ഇൻഫ്ലുവൻസർ ഓഫ് ദ AMC. അതെ, അതെന്താ കോമഡി വെച്ചാ, അപ്പോൾ ഈ ലാസ്റ്റ് ആയിട്ടാണ് ഉണ്ണി ഇങ്ങനത്തെ ഒരു കുട്ടിയുടെ കോളേജിൽ പഠിക്കുന്നുണ്ടെന്ന് അവിടുത്തെ ഒരു മാം അറിഞ്ഞത്. ഐ മീൻ നമ്മുടെ AMCയുടെ ഫൗണ്ടർ മറ്റേ മീന മാം
എന്താ മാം കാനഡയിലാണ് സെറ്റിൽഡ് ആയിട്ടുള്ളത്. പക്ഷെ എന്താ മാമിന്റെ അല്ലേ കോളേജ്, അപ്പൊ ഇങ്ങനെ ഇടയ്ക്ക് കുട്ടികളെ കാണാനും പിന്നെ ഓരോ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാകുമ്പോൾ മാം വരും. അപ്പോൾ ഞങ്ങൾ മുന്നേ ഞാൻ ഇടയ്ക്കല്ലേ കോളേജിൽ പോകുള്ളൂ. അപ്പോൾ പ്രോഗ്രാംസ് ഉള്ളപ്പോൾ മാത്രമേ ഞാൻ കോളേജിൽ പോകാറുള്ളൂ, പിന്നെ എക്സാംസിന്. അപ്പം ഞങ്ങൾ പ്രോഗ്രാംസ് വരുമ്പോൾ കാണാറുണ്ട്. അതേപോലെ മാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി ചിരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ ഞാൻ ഇതുപോലെ അതുപോലെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ മാമിനെ അറിയായിരുന്നു ഒത്തിരി ഓൾറെഡി ഇങ്ങനെ ഒരു കൊച്ച്, ഐ മീൻ യൂട്യൂബൊക്കെ ഉള്ള ഒരു ഇൻഫ്ലുവൻസർ പോലെയുള്ള ഒരു കൊച്ച് ഉണ്ടെന്ന് അറിയായിരുന്നു. പക്ഷെ എന്താ നേരിട്ട് കണ്ടിട്ടോ സംസാരിച്ചിട്ടോ ഒന്നുമില്ല ഞങ്ങള്. അപ്പൊ ഇപ്പോഴാണ് റീസെന്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എന്റെ ചാനലും കാര്യങ്ങളൊക്കെ മാം നോക്കുന്നത്. അപ്പോൾ പറഞ്ഞു നമ്മുടെ കോളേജിൽ ഇങ്ങനെ ഒരു കൊച്ചുണ്ടാകുമ്പോൾ എന്തായാലും എന്തെങ്കിലും അവളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കണം എന്നുള്ളൊരു സാധനം. അപ്പോഴാണ് എനിക്ക് ഈ ഒരു മൊമെന്റ് തന്നത്. പിന്നെ ഞങ്ങള് മാമിന്റെ അടുത്ത് സംസാരിച്ചു കുറച്ചു നേരമൊക്കെ. മാം ഇന്നാണ് ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കണേ. ഐ മീൻ പിന്നെ മാം പറഞ്ഞു ഇത്രേ നല്ല ഭാവിയുണ്ട്, ഇനി വലിയ ഉയരങ്ങളിലേക്ക് എത്തണം, അങ്ങനെ കുറെ. അതുപോലെ ഒരു വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കത് കേട്ടോ ഭയങ്കര സന്തോഷമായി. നമ്മുടെ മക്കളെ കുറിച്ച് ഇത്രയും പ്രൗഡായിട്ട് നമ്മളിങ്ങനെ ആണുങ്ങളും കാണും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കോളേജിൽ നിന്ന് നമ്മുടെ മാം നമ്മളെ പറ്റി പറയുമ്പോൾ എത്രയും വേറൊരു നമ്മൾ ഇത്രയും പ്രൗഡായിട്ട് നമ്മളെ മക്കളെ പറയുമ്പോൾ അത് കേൾക്കുന്ന മാതാപിതാക്കൾക്ക് ഭയങ്കരമായിട്ടൊരു തന്നെയാണ്. കുട്ടികളൊക്കെ ചോദിക്കുക കോളേജിൽ വരുന്ന നിനക്ക് എന്തിനാടി, കോളേജിൽ വരാത്ത നിനക്ക് എന്തിനാടി അവാർഡ്, ഇതൊക്കെ. അപ്പൊ എന്റെ പുറത്തുള്ള ടാലന്റിനാടാ പറയുന്നില്ലേ. അങ്ങനെ ഞാൻ ഒരു കാര്യം അറിയോ, രാവിലെ ഫുഡ് കഴിച്ചിട്ടില്ല ഞാൻ. അതെന്താ? വെള്ളം മാത്രമേ കുടിച്ചുള്ളൂ. അതെന്താന്ന്? രാവിലെ 9:30 പോണെന്ന് പറഞ്ഞിട്ട് അവിടെ ലേറ്റ് ആയി ഫുഡ് ആയിട്ടുണ്ടായിരുന്നില്ലേ? ആന്റി 9 മണിക്കല്ലേ. ആന്റിക്ക് അറിയില്ലല്ലോ, കഴിക്കാതെ പോവില്ലല്ലോ, എന്തെങ്കിലും കഴിച്ചിട്ടേ വരുള്ളൂ. എപ്പോഴും ഞാൻ എന്റെ ബോട്ടിൽ എടുക്കണതാണ്, എടുത്തൂല്ല. വെള്ളം ദാഹിച്ചിട്ടോ എന്നിട്ട് വരുന്ന വഴി ഒരു കരി. ഇത് ഇന്നലെ പെട്ടെന്ന് പോയിട്ട് ഒരു ഡ്രസ്സാട്ടോ ട്രെൻഡ്സ്. എന്താ സോണിമ? ശരി, എന്താ കുഞ്ഞവിടെ? ഡ്രാഗൺ ഫ്രൂട്ടും കിവിയും മേടിച്ചിട്ടുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് ആരോട് ചോദിച്ചിട്ടാ വാങ്ങി? എനിക്ക് ഇഷ്ടമായി. ഉണ്ണിവിടെ വാ, അത് രസം. കിവിയും ഡ്രാഗൺ ഫ്രൂട്ടും കൂടി മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ ടേസ്റ്റ് യോഗട്ടില്ല. ഇതെന്തത്? അത് ഞാൻ എനിക്ക് എടുത്ത് വെച്ചതാണ്. ഉണിച്ചക്കൻ അടിച്ചു കൊടുക്ക ട്രോഫി. വാ കുട്ടി ഒറ്റപ്പാലം പോയി ബാങ്കിലേക്ക് പോയി. എന്താണ് പക്ഷെ അതിന് ബ്ലാക്ക് ലെഗിൻ ഇടണ്ടായിരുന്നു, കോൺട്രാസ്റ്റ് ആയിട്ട് ഇടണായിരുന്നു. അത് എന്നോട് ചോദിക്കണ്ടേ ഇപ്പോ? മറ്റേ നിങ്ങൾക്ക് മണം വരുന്നുണ്ടോ മീൻ വറക്കണേന്റെ ഫോണിൽ കൂടെ? അല്ല, ഇവർക്ക് നമ്മുടെ വീട് കാണുന്നവർക്ക് വരുന്നുണ്ടോ? അപ്പൊ ഇത്രേ ഉള്ളൂ അല്ലേ? വേഗം ഒന്ന് ഫ്രഷ് അപ്പ് ആയിട്ട് ഫുഡ് കഴിക്കും.